പൊള്ളുന്ന വെയിലേറ്റ് തണലേകിയ വൃക്ഷം. ഒരൊറ്റ നോട്ടം കൊണ്ട് ശാസിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതം അപ്പൻ. വിയർപ്പ് തുള്ളികൾ കൊണ്ട് മക്കൾക്കായി കൊട്ടാരം തീർത്ത് ജീവിക്കാൻ മറന്നുപോയവരാണ് ഓരോ അപ്പന്മാരും. അപ്പനെ കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും എന്നും വ്യത്യസ്തങ്ങളാണ്. സാധനങ്ങളുടെയൊക്കെ വില തിരക്കി കടക്കാരനോട് വില പേശുന്ന അപ്പനെ മറ്റുള്ളവർ പരിഹാസത്തോടെ വീക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഭക്ഷണം വാങ്ങിത്തന്ന് വിശപ്പില്ലെന്ന് പറഞ്ഞ് ഒരു കട്ടൻ ചായ മാത്രം കുടിച്ച് ഞങ്ങൾ ഭക്ഷിക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന അപ്പനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അപ്പൻ വിലപേശിയതും വിശപ്പില്ലെന്ന് പറഞ്ഞതുമൊക്കെ എന്നെ പോറ്റാനായിരുന്നു എന്ന തിരിച്ചറിവ് വന്നത് ഒത്തിരി വൈകിയാണെന്ന് മാത്രം. അപ്പൻ കരയുന്നതും നാം കണ്ടിട്ടില്ല. കണ്ണീരൊക്കെ ഉള്ളിലൊതുക്കി എന്നും കർക്കശത്തോടെ നടക്കുന്ന അപ്പൻ മക്കളായ നമുക്ക് ഒരു സീരിയസ് മാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് കുറ്റങ്ങൾ മാത്രമല്ലേ നാമും പറയാറുള്ളൂ. എന്നെങ്കിലും ആ ഉള്ളൊന്നറിയാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ? രോഗാവസ്ഥയിലൊക്കെ തന്റെ മക്കളെ ഓർത്ത് അപ്പൻ അനുഭവിക്കുന്ന ടെൻഷനെ പറ്റി നാം ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് വരാൻ വൈകിയാൽ നമ്മെ തേടിയെത്തുന്ന ആ കാവൽക്കാരനെ നാം അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? താൻ തോറ്റ ജീവിതയിടങ്ങളിൽ തന്റെ മക്കൾ ജയിക്കണമെന്നുള്ള വാശി നിറഞ്ഞ ആ നല്ല മനസ്സ് നാം കണ്ടിട്ടുണ്ടോ? എല്ലാ പരാതികളും തീർക്കുന്ന, എന്നാൽ ആരോടും പരാതികളില്ലാത്ത ആ പുണ്യ ജീവിതത്തെ ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് കൂടുതൽ ആദരവോടെ വീക്ഷിക്കാം.